യേശു മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. Welcome to Assam Mission. പല ജാതിയിലും ഉൾപ്പെട്ട ജനതകളുടെ ഒരു സമ്മേളനമാണ് ഈ രൂപത. പ്രിയപ്പെട്ടവരെ, ഇവിടെ കറണ്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ള കാരണമാണ് ഈ തിരി ഇവിടെ കത്തിച്ചു വച്ചിരിക്കുന്നത്. ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജസ്റ്റിൻ. ഞാനിവിടെ ജിർഗണ്ടിങ് എന്ന് പറയപ്പെടുന്ന ഒരു ഇടവകയിൽ അസൻറ്റ് വികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. ഈ ജിർഗണ്ടിങ് ഇടവക ഡിഫു, ആസാമിലെ ഡിഫു എന്ന രൂപതയുടെ കീഴിലുള്ളതാണ്. ഇവിടെ ഈ ഇടവകയിൽ കൂടുതലായും കാസി ഗ്രൂപ്പിൽപ്പെട്ട ഒരു ട്രൈബൽ ഏരിയയാണ്. അതുപോലെ തന്നെ കർബി എന്ന വേറൊരു ട്രൈബൽ ഗ്രൂപ്പുമുണ്ട്. ഇവരുടെ ഇടയിലാണ് ഞങ്ങൾ പ്രധാനമായും ദൈവത്തിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളിൽ കഴിയാവുന്ന വിധത്തിൽ ദൈവം തന്ന കഴിവുകൾ വിനിയോഗപ്പെടുത്തി അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ മക്കളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇടവകയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകളും ഒത്തിരി ബുദ്ധിമുട്ടുകളും നേരിടേണ്ട ഒരു ഇടവക തന്നെയാണിത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കറണ്ട് തീരെ കിട്ടാത്ത ഒരു മേഖലയാണ്. അതുപോലെ തന്നെ കറണ്ട് ഒന്ന് പോയാൽ പിന്നെ അത് നമുക്ക് കിട്ടുന്നത് 2-3 ആഴ്ചകൾ കൂടി മാത്രമാണ് കിട്ടുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ തിരികൾ കത്തിച്ചും മറ്റ് പല സോളാർ വൽക്കരണത്തിലൂടെയുമാണ് നമ്മളിവിടെ കറണ്ട് പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ വേറെ മേഖല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും എല്ലാം ഒത്തിരി വളരെ പിന്നോക്ക അവസ്ഥയിലേക്ക് പോയ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോഴും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം തന്നെ ഈ മേഖലകളിൽ നമുക്ക് കാണാം. അതുതന്നെയാണ് ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കാണാവുന്നത് കൊണ്ട് തന്നെയാണ് മിഷണറിമാർ ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു ഇടവക തുറക്കുകയും വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ആളുകളിലേക്ക് സുവിശേഷം അറിയിക്കുകയും ദൈവത്തിൻ്റെ നല്ല കാര്യങ്ങൾ, ദൈവം നമ്മളെ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്തത്. ദിഫു രൂപതയുടെ ഈ ആസാം മിഷൻ കർബി ആംഗ്ലോങ് പ്രവിശ്യയിലുള്ള ജനങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ചയാണ് നൽകുന്നത്. കാടിന് നടുവിലുള്ള ഒരു ഗ്രാമം. ഇവിടുത്തെ ജനങ്ങൾ പൊതുവെ കൃഷിയാണ് ഉപജീവന മാർഗമായി ചെയ്തു പോരുന്നത്. കൂടാതെ ഇവരുടെ ഗോത്രപരമായി തുടർന്നു പോന്നിരുന്ന മറ്റൊരു ജീവിത മാർഗം ചെറുമൃഗങ്ങളെ വേട്ടയാടുന്നതായിരുന്നു. മിഷണറിമാരുടെ വരവോടെ ആ ഒരു സ്വഭാവം തന്നെ ജനങ്ങളിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇവർ കച്ചവടം നടത്തുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഉത്സാഹം കാണിക്കുന്നു. കാടിന് നടുവിലുള്ള ഈ പ്രദേശത്ത് എല്ലാ ദിവസവും സമയക്ലിപ്തതയോടെ കടകൾ തുറന്ന് പ്രവർത്തിക്കാറില്ല.
ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കട തുറക്കുന്നു. ആ നേരം വരെ കാത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. കൈക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച രക്ഷിതാക്കളെന്നാണ് മിഷണറിമാർ ഇവരെക്കുറിച്ച് പറയുന്നത്. സദാസമയം തങ്ങളുടെ കുഞ്ഞിനെ ചുമലിൽ വഹിച്ചുകൊണ്ടുള്ള ജീവിതം, സുരക്ഷിതത്വവും ആയാസരഹിതവുമായ കരുതലുമാണ് ഇവരുടെ മുഖ്യ ഉദ്ദേശ്യം. കാട്ടുമൃഗങ്ങളുടെ ആക്രമണ സമയത്തും അപകടഘട്ടങ്ങളിലും ഓടി രക്ഷപ്പെടുമ്പോൾ ഒപ്പം കുഞ്ഞും സുരക്ഷിതമായിരിക്കും, ഒരു പോറൽ പോലും ഏൽക്കാതെ. അതിൻ്റെ സംതൃപ്തി ഇവരിൽ എപ്പോഴും പ്രകടമാണ്. പിണാർ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വീടാണിത്. ഇന്നത്തെ നമ്മുടെ മിഷൻ യാത്ര മേൽപ്പറഞ്ഞ ഗോത്രവിഭാഗം കൂട്ടമായി താമസിക്കുന്ന ഒരിടത്തേക്കാണ്. വഴിയരികിലായി ഏലത്തോട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു തരം കൃഷിയും ഇവിടുത്തുകാർ നടത്തിപ്പോരുന്നു. മിഷണറിമാർ ഇതിനെ ബ്രൂം പ്ലാന്റ് എന്ന് വിളിക്കുന്നു, അഥവാ ചൂൽച്ചെടി. ഡെയിൻലർ എന്ന ഈ സ്ഥലത്ത് നാട്ടുകാർ ഒത്തുകൂടിയിരിക്കുകയാണ്. വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് ഓഫ് ഡോൺ ബോസ്കോ, അതായത് VSDB. ഈ സിസ്റ്റേഴ്സാണ് ഡെയിൽനർ എന്ന ഈ മിഷൻ മേഖലയിലെ മുഖ്യ പ്രവർത്തകർ. ഭവന സന്ദർശനമൊക്കെ നടത്തി കുട്ടികളെ സ്വരുക്കൂട്ടിയിരിക്കുകയാണ് ഇവർക്കാവശ്യം വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം അസാമിലുള്ള ഡിഫു രൂപതയിലെ ഒരു പാരിഷിൻ്റെ കീഴിലുള്ള സബ് സെൻറ്ററിലാണ്. ഈ സബ് സെൻറ്ററിൻ്റെ പേര് ഡെയിൻലർ എന്നാണ്. ഇവിടെ ഈ മിഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 19 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കൂടുതലായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അതുപോലെ ഇവിടുത്തെ ആളുകളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണവുമാണ്. അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയ വില്ലേജ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകിൽ കാണുന്ന ഒരു ഇൻഫർമറി, അതും നമ്മുടെ ആളുകളുടെ ഹെൽത്തിനെ ആസ്പദമാക്കി നാം തുടങ്ങിയിരിക്കുന്ന ഒരു സെൻ്ററാണ്. ഈ സെൻ്ററിൽ കൂടുതലായും പിണാർ വിഭാഗത്തിൽപ്പെട്ട ഒരു ആളുകളാണ് ഈ ചുറ്റുവട്ടത്തും താമസിക്കുന്നത്. ഇവർ ഭൂരിഭാഗവും കർഷകരാണ്. ഈ കർഷകർ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ചെറിയ രീതിയിൽ ഒരു സേവനം ചെയ്യുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഒരു ദിവസത്തെ ജോലികളെല്ലാം മാറ്റിവെച്ച് മിഷനെ സഹായിക്കുവാൻ വേണ്ടി ഈ കോൺവെൻറ്റ് പണിയുടെ അവസാന ഘട്ടത്തിലെ പണികളിൽ സഹായിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ഉപജീവന മാർഗം ഒരു ദിവസം ദൈവത്തിനായി മാറ്റിവെച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. തങ്ങളെ അജ്ഞതയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ വന്ന മിഷണറിമാർക്ക് ഒരു കൂടാരം നിർമ്മിക്കുന്നതിനു വേണ്ടി. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഇടയ്ക്കുണ്ടാകാറുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതിനാൽ സന്യാസിനിമാർക്ക് നല്ല സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു കെട്ടിടം പണിയണം എന്ന ആഗ്രഹമാണ് ഇതിനു പിന്നിൽ. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട ഈ സ്ഥലത്ത് നല്ല ഒരു കെട്ടിടം മിഷണറിമാർക്ക് വേണ്ടി പണിയുന്നതിൻ്റെ ആവേശത്തിലും ഉത്സാഹത്തിലുമാണ്. ഇത്രയും നാളും ഈ 19 കൊല്ലം പുറകിൽ കാണുന്ന ഈ ബാംബു കെട്ടിടത്തിലാണ് അവർ ജീവിച്ചു പോന്നിരുന്നത്. ഇന്ന് രൂപതയുടെ
കൃപ കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും അവർക്കിന്നൊരു പുതിയ കോൺവെൻറ്റ് പണി കഴിപ്പിക്കുവാൻ കഴിഞ്ഞു. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നാം ഇവിടെ കാണുന്ന പുതിയ ഈ കെട്ടിടം ഡിഫു രൂപതയുടെ ഒരു സ്വപ്നമായിരുന്നു. പണ്ട് വളരെ കാലങ്ങൾ കൊണ്ട് വളരെ പേരുടെ സഹായം മൂലം ഇന്ന് ഈ ബിൽഡിംഗ് പൂർണ്ണമായും പണി കഴിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഒത്തിരി പേര് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തോടിന്ന് കടപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മിഷണറിമാരെ ഈ ജനത അത്രയധികം സ്നേഹിക്കുന്നു, കരുതുന്നു. ദൈവം ഒത്തിരിയധികം ഈ ഏരിയയിൽ അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അടയാളമാണ് നമ്മളിന്ന് കാണുന്ന ഈ വലിയ കെട്ടിടം. ഇത്രയും റിമോട്ടായിട്ടുള്ള ഗ്രാമത്തിൽ കറണ്ട് ഒന്ന് പോയാൽ അത് 2-3 ആഴ്ച കഴിഞ്ഞ് വരുന്ന ഈ സ്ഥലത്ത് നെറ്റ്വർക്കോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത ഈ റിമോട്ട് വില്ലേജിൽ, റോഡ് സൗകര്യങ്ങളില്ലാത്ത ഈ വില്ലേജിൽ നമുക്ക് ഇന്നൊരു കെട്ടിടം ഇവിടുത്തെ സിസ്റ്റേഴ്സിന് വേണ്ടി പണി കഴിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. തൊട്ടു താഴെയായി ഒരു കെട്ടിടം കാണാം. ഡെയിൽനർ എന്ന ഈ സ്ഥലത്തെ ഒരു സ്കൂളാണിത്, ഡോൺ ബോസ്കോ സ്കൂൾ. കാട്ടിനുള്ളിലെ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് ആക്കം കൂട്ടുവാനായി നിലകൊള്ളുന്ന വിദ്യാനികേതൻ. മിഷണറിമാർ പറയുന്നു, ഇന്ന് ഈ കുരുന്നുകളുടെ മിഴികളിൽ പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു കാണാമെന്ന്. ഇവിടുത്തെ മിഷണറിമാരുടെ നിരന്തരമായ പ്രാർത്ഥന തങ്ങളുടെ ഈ പ്രയത്നങ്ങൾക്കൊക്കെ വേഗം ഫലം കാണണമേ എന്നാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളോട് യാചിക്കുന്ന ഒരേ ഒരു കാര്യം ഈ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അതുപോലെ ഈ ഏരിയ മിഷൻ പ്രവർത്തനങ്ങളിലൂടെ കൂടുതലായി വളരുവാനുള്ള സഹായം ദൈവത്തോട് തന്നെ യാചിക്കണമെന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇങ്ങനെയുള്ള വേറിട്ട മിഷൻ മേഖലയിൽ ആത്മാർത്ഥമായി സേവനം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യത്തോടെയുള്ള പ്രത്യേകമായ വിളിയുള്ളതുകൊണ്ടാണെന്ന് മിഷണറിമാർ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് ഒരുപക്ഷെ പലർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ചെറിയ കുട്ടികൾ കാണിക്കുന്നത് പോലെ കുർബാന പാട്ടുകൾ പാടിയും അച്ഛന്മാർ പറയുന്ന പ്രാർത്ഥനകൾ ചൊല്ലിയും അപ്പനമ്മമാരോട് എനിക്ക് അച്ഛനാകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത് ഒത്തിരി ആശകൾ ഞാൻ വീട്ടിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ആഗ്രഹം പയ്യെ അത് എന്നിൽ നിന്ന് മാറിപ്പോയിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എങ്ങനെ, എവിടെ, എപ്പോൾ വന്നു എന്നൊന്നും പറയാൻ അറിയില്ല. പക്ഷേ ഈ ഒരു ആഗ്രഹം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ചാടിക്കൂടുകയായിരുന്നു. അത് ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ മുഖേന ആയിരിക്കാം. ആ ഒരു വിത്ത്, ആ വീണ് കിടന്ന വിത്ത് വീണ്ടും മുളയ്ക്കാൻ തുടങ്ങിയത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ ചേരണമെന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. അവർ അതിൽ ഒത്തിരി സന്തോഷവതികളായിരുന്നു. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഡോൺ ബോസ്കോ സഭാംഗങ്ങൾ, സഭയിൽപ്പെട്ട അച്ഛന്മാർ വൊക്കേഷൻ ക്യാമ്പ് നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ അവിടെ പോവുകയും അന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് ആ ക്യാമ്പിൽ ഒത്തിരി കുട്ടികൾ വൊക്കേഷൻ ക്യാമ്പിന് വരികയും ചെയ്തത് മൂലം കത്തുകൾ മൂലം ബന്ധമില്ലാത്തവരെ അവർ നിരസ്കരിക്കുകയും അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. എങ്കിൽ പോലും 10 കഴിഞ്ഞപ്പോൾ ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തളം കെട്ടി നിന്നിരുന്നു. അത് വീണ്ടും അച്ഛനാകുവാൻ, വൈദികനാകുവാൻ ഉള്ള ഒരാഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. ആ ഒരു ആഗ്രഹം
എന്നിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഇടവകയിലുള്ള വേറൊരച്ഛൻ കണ്ടുവ രൂപതയിൽ ജോലി ചെയ്യുന്ന ബെന്നി പുത്തുമ്പുരയ്ക്കൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയും അച്ഛനോട് ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അച്ഛൻ എനിക്ക് അവിടെ സെലക്ഷൻ തരികയും അച്ഛൻ എന്നോട് പറഞ്ഞു, 2 വേക്കൻസി ഉള്ളൂ, നിനക്കും വേറൊരു കൂട്ടുകാരൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. അങ്ങനെ ഞങ്ങൾ 2 പേരെ സെലക്ട് ചെയ്തിരിക്കെ എൻ്റെ കസിൻ ബ്രദറും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്കവിടെ 2 പേർക്കേ ചാൻസ് ഉള്ളൂ, നമുക്ക് വേറൊരു സ്ഥലമുണ്ട് ആസാം, അവിടെ ഒരച്ഛൻ ഒത്തിരി പേരെ എടുക്കുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് അവരുടെ കൂടെ പോകാം. അങ്ങനെ ഞാൻ ഈ അച്ഛനെ വീണ്ടും എൻ്റെ ഇടവകയിലുള്ള അച്ഛനെ പോയി കണ്ട്, അച്ഛോ എനിക്കിവിടെ വേറൊരു സ്ഥലത്ത് പോകാനാണ് ആഗ്രഹം, അച്ഛൻ എന്നെ അനുവദിക്കുമോ എന്ന് ഞാൻ അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുന്നു. ഇതാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്, എടാ മോനെ, നിന്നെ ആസാമിലെ ഒരു മിഷണറി ആയിട്ടാണ് ദൈവത്തിന് ആവശ്യം, നിന്നെ അങ്ങോട്ടാണ് ദൈവം വിളിക്കുന്നത്, നീ ധൈര്യമായി പൊക്കോളൂ. അങ്ങനെ ഞാൻ ആസാമിൽ നിന്നും വന്ന അച്ഛന്മാരുടെ അടുത്ത് ചെല്ലുകയും അവർ ഞങ്ങളെ സെലക്ട് ചെയ്യുകയും ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ഒരു മിഷണറി ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ആസാമിലേക്ക് തീവണ്ടി കയറുകയും ആണ് ചെയ്തത്. ഇവിടെ വന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. ആദ്യം പ്രത്യേകിച്ച് ഭക്ഷണ മേഖലകളിൽ കേരളത്തിലെ ഭക്ഷണവും ആസാമിലെ ഭക്ഷണവും മൊത്തത്തിൽ വ്യത്യാസമുള്ള ഒരു രീതിയാണ്. ആ ഒരു ഭക്ഷണത്തിൻ്റെ ക്രമം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു. അതുപോലെ തന്നെ പഠിത്ത കാര്യങ്ങളും അതുപോലെ കൾച്ചറുകളും എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുകളോട് കൂടി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ ആ പാതയിലൂടെ തന്നെ നടന്നു പോകുവാനുള്ള അനുഗ്രഹം ദൈവം തന്നെ എനിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ വളർന്ന് ഞാനിന്നൊരു വൈദികനാണ്. മിഷണറി രൂപതയായ ഡിഫുവിലെ ഒരു വൈദികനാണ്. അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് മിഷൻ മേഖലയിലേക്ക് ദൈവത്തിൻ്റെ വചനമെത്തിക്കാൻ മിഷണറിമാർ വാസയോഗ്യമല്ലാത്ത ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത്. അടിസ്ഥാനപരമായി ഗതാഗതത്തിന് യോഗ്യമല്ലാത്ത കാട്ടുപാതകളാണിവിടെ അധികവും. വരണ്ട കാലാവസ്ഥയിൽ ഈ സ്ഥിതിയാണെങ്കിൽ മഴക്കാലത്ത് ഈ പ്രദേശത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മിഷണറിമാർ പറയുന്നത്, നനവ് പറ്റിയാൽ ഈ മണ്ണ് ചെളിയുടെ ഭാവം സ്വീകരിക്കും. ആ നേരം വാഹനത്തിൻ്റെ ടയറിന് പിടുത്തം ലഭിക്കാതെ തെന്നിത്തെറിച്ച് നീങ്ങുന്ന അവസ്ഥയിലുമായിരിക്കും ഇതിലൂടെയുള്ള യാത്ര. കൊടും കാട്ടിന് നടുവിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചില സമയങ്ങളിൽ പെട്ടുപോകാറുണ്ട്. മിഷണറിമാർ പറയുന്നത്, ആ സമയത്ത് പൂർണ്ണമായും ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ടു പോവുകയല്ലാതെ വേറെ മാർഗമില്ലെന്നാണ്. വെള്ളത്തിന് നടുവിൽ വെച്ച് വണ്ടി നിന്നു പോയിട്ട് അത്ഭുതകരമായി വണ്ടി സ്റ്റാർട്ടായി കരകയറിയ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അതിശയം തോന്നി. സദാസമയം ദൈവം കൂടെയുള്ളതിൻ്റെ അടയാളങ്ങളായി വിശ്വസിച്ച് ഭയം ലേശമില്ലാതെ അവർ മുന്നേറുന്നു ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി. മിഷണറിമാർ എത്തുന്നത് അറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ തളർന്നു വന്ന അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ആഹാരം ഒരുക്കുന്നതിലായിരിക്കും ഗ്രാമവാസികളുടെ മുഴുവൻ ശ്രദ്ധയും. നാം കുറച്ചു നേരം മുമ്പ് കണ്ട ബ്രൂം പ്ലാന്റ് ഉണക്കി പുൽച്ചൂലുണ്ടാക്കുകയാണ് ഇവിടത്തെ ഗ്രാമവാസികൾ. ഇത് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു വരുമാന മാർഗം കൂടിയാണ്. ഒട്ടുമിക്ക വീടുകളിലും പകൽ സമയങ്ങളിൽ സ്ത്രീകൾ ചൂലുണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. പിന്നീട് ഇവർ വ്യാഴാഴ്ചകളിൽ പുൽച്ചൂലുമായി ജിർക്കിംഗ് ഡിങ് വില്ലേജ് മാർക്കറ്റിൽ കൊണ്ടുചെന്ന് വിൽക്കുന്നു. മുളകളും ചൂലുണ്ടാക്കുന്ന പുല്ലും ആസാം നിവാസികളുടെ സന്തത സഹചാരികളാണ്. ഭവനം നിർമ്മിക്കാനും മറ്റ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഇതുപയോഗിക്കുന്നു.
മഴവെള്ളം കെട്ടിക്കിടക്കുന്ന വഴിയിൽ ചെളിയായി രൂപപ്പെട്ട മറ്റൊരിടം. നമ്മുടെ ഇനിയുള്ള യാത്ര കുറച്ചകലെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്കാണ്. രാത്രിയാകുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ടാകും. ഇവിടുത്തെ ഗ്രാമവാസികളുടെ ഒരേയൊരു ആശ്രയ കേന്ദ്രമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം. തീർച്ചയായും സഭ ലോകമെമ്പാടും തഴച്ചു വളരുന്നതിൻ്റെ സൂചനകളാണ് ആസാമിലെ ഈ കാടിനുള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. തങ്ങളുടെ ഭവനത്തിൻ്റെ രൂപകൽപ്പനയിൽ പണിതതാണ് ഈ ദേവാലയം. വിശ്വാസം വളരുന്നതനുസരിച്ച് ഇവിടെയും നല്ല ഒരു ദേവാലയം വേണമെന്ന് പ്രാർത്ഥിച്ചു കഴിയുകയാണ് ഇവിടുത്തെ ഇടവക ജനം. ദൈവത്തിൻ്റെ മറ്റൊരു അനുഗ്രഹത്തിൻ്റെ പ്രതിബിംബമാണ് നാം നിൽക്കുന്ന ഈ സ്ഥലം. ഇത് മറ്റൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ പേര് ലമറാങ് എന്നാണ്. ജിർക്കൻഡിങ് ഇടവകയുടെ കീഴിലുള്ള മറ്റൊരു വലിയ ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഏതാണ്ട് 48ഓളം കുടുംബാംഗങ്ങളുണ്ട്. ഈ 48 കുടുംബാംഗങ്ങളും വിശ്വാസം സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 28 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 28 കൊല്ലങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസവും പ്രാർത്ഥനയും പ്രതിസന്ധികളും ദൈവത്തിങ്കിലേക്ക് അർപ്പിച്ചിരുന്നത് ചെറിയ ഒരു ഓലമേഞ്ഞ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ ഗ്രാമത്തിൽ വലിയൊരു പള്ളി പണിയുവാനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് കടാക്ഷിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ആണ് നിങ്ങൾ ഇന്ന് ഈ പുറകിൽ കാണുന്നത്. ഈ പള്ളി പണിയുവാൻ ഈ ഗ്രാമനിവാസികൾ ഒത്തിരി പേർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ പണി നടക്കുന്നത് തന്നെ അവരുടെ വലിയൊരു സഹായത്തോടു കൂടി തന്നെയാണ്. പള്ളിക്ക് ആവശ്യമായിട്ടുള്ള മണൽ, കല്ല്, മറ്റ് തടി വിധത്തിലുള്ള ആവശ്യങ്ങൾ ഇവിടുത്തെ നിവാസികൾ തന്നെ സംഘടിപ്പിക്കുകയും ബാക്കി സാധനങ്ങളായ സിമൻറ്റ്, കമ്പി, പണിക്കാരുടെ വേതനം എന്നിവയെല്ലാം നമ്മുടെ ഇടവകയിൽ നിന്ന് കൊടുത്ത് ഈ പള്ളി എത്രയും വേഗം പണി കഴിപ്പിച്ച് അത് പൂർത്തീകരണത്തിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. എന്നാൽ ഈ ഗ്രാമത്തിലേക്ക് വരുവാനുള്ള റോഡുകളും മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളുള്ളതിനാൽ എത്രയും വേഗം ഈ പണി പൂർത്തീകരിക്കുവാനും അത് ആ പൂർത്തീകരണത്തിലൂടെ ആളുകളിൽ കൂടുതൽ വിശ്വാസം വളർത്തുവാനുമുള്ള ഒരു കൃപ ഈ ഗ്രാമനിവാസികൾക്കും ഞങ്ങൾക്കും കിട്ടുവാനും നിങ്ങൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുപോലെ ഒട്ടനേകം ഗ്രാമങ്ങളിലെ ഇടവകകളിലും ആസാം മിഷന്റെ മിഷണറിമാർ സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ കർമ്മനിരതരാകുന്നു. ഡിഫു രൂപതയിൽ 29ഓളം ഇടവകൾ, മിഷൻ ഇടവകകളാണുള്ളത്. ഈ 29ഓളം മിഷൻ ഇടവകകളുടെ കീഴിൽ 200-ലധികം വില്ലേജ് പള്ളികളുണ്ട്. ആ പള്ളികളെല്ലാം സ്ഥാപിച്ചത് ഇവിടുത്തെ മുമ്പിരുന്ന മിഷണറി അച്ഛന്മാരുടെ പരിശ്രമം കൊണ്ടും അതുപോലെ തന്നെ നല്ല നല്ല ആൾക്കാരുടെ സഹായം കൊണ്ടുമാണ്. ഈ 200ഓളം വില്ലേജ് പള്ളികളിൽ എല്ലാ ഞായറാഴ്ചയും കുർബാന അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഡിഫു രൂപതയിൽ ആകെപ്പാടെ 35 ഡയസിഷൻ അച്ഛന്മാരേ ഉള്ളൂ. ഈ 35 അച്ഛന്മാർ 200ഓളം ഗ്രാമങ്ങളിൽ പോയി 200ഓളം ബലിയർപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. അത്
വളരെ ഒരു ഞങ്ങളെ എല്ലാവരെയും വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും ഇതുപോലത്തെ മിഷണറി രൂപതകളിലേക്ക് ക്ഷണിക്കുകയാണ്. യുവതീ-യുവാക്കൾ കൂടുതലായി ദൈവത്തിൻ്റെ ദൗത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ആഗ്രഹം എല്ലാവരിലേക്കും വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യുവതീ-യുവാക്കൾ കൂടുതലായി മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും അങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ കൃപ ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കാടിനുള്ളിലെ ഹൈവേ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാത. നാം ആദ്യം സന്ദർശിച്ച മിഷൻ സ്റ്റേഷനായ ഡെയിൻലറിലേക്കുള്ള യാത്രക്കാരാണിതിൽ അധികവും. മിഷൻ സ്റ്റേഷനിലെ സന്യാസിനിമാരും ഇതിലുണ്ടായിരുന്നു. We are coming from Shillong, and then on the way we got stuck so many places. Then the people behind also have to get down. Then we also need to get down, and then we need to push the vehicle. Sometimes we need to push, and then it got slipped also so many times in the road. Then now we are coming from Shillong, then back to our convent, Dingler. Our convent, I think you might know, it is Exaltation Convent Dingler. Oh, fine. Yeah, we are happy to meet you here halfway. So I too am very happy to meet you here at this moment, at this time, in this place of us, in the jungle. Praise the Lord. Praise the Lord. Bye. കർദോം പോലെ തന്നെയുള്ള മറ്റൊരു അഭിസംബോധന വാചകമാണ് കുബ്ലെ. എല്ലാവർക്കും കുബ്ലെ. ഇനി ഇവർക്ക് 1.5 മണിക്കൂർ യാത്ര കൂടി ചെയ്യാനുണ്ട് ഗ്രാമത്തിലെത്താൻ. അരുവിയും ചേറും ചെളിയും താണ്ടിയുള്ള യാത്ര. ഇടവകക്കാർ മൊത്തം കൂടെയുള്ളപ്പോൾ സിസ്റ്റേഴ്സിന് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് മിഷണറിമാർ പറഞ്ഞു. ആസാം മിഷനിലെ മിഷണറിമാർക്ക് രാവും പകലും ഒരുപോലെയാണ്. അത്രയ്ക്ക് തീഷ്ണതയോടെയുള്ള പ്രവർത്തനമാണിവിടെ. തിരികെ ജിർക്കിംഗ്ഡിങ്ങിലെത്തിയിട്ട് വേണം യുവജനങ്ങളെ ഭക്തി അഭ്യസിപ്പിക്കാനെന്ന് തങ്കച്ചനച്ചൻ പറഞ്ഞു. So that is why I am just wanted to tell you the need to pray the rosary every day. God has given graces to Mary. You are full of grace. You are blessed. I have received graces from God. The Almighty has done great things for me. And Mary acknowledges that the whole world has received blessings from God. And that is why whole world is praying the rosary. Not only you, every Catholic, they pray the rosary. And they put on their neck rosary. When in the jeep, on the vehicle, even if sometimes they don't pray, but they put the rosary. Because it is a way to thank God for the abundant blessings that they have received. It is a sign of God's blessings. മാതാവിനോടുള്ള സ്നേഹസൂചകമായി ജപമാല റാലികൾ ഇവിടെ എല്ലാ രാത്രികളിലും നടത്തപ്പെടുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ നിർവഹിക്കപ്പെടുന്ന മിഷനാണെന്നാണ് ആസാം മിഷനെ മിഷണറിമാർ അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. There's a beautiful place in the world, Northeast India. There is mist and magic in the air, Northeast India.
from the terror